നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴാമത്തെ പാഠം വിട്ടയക്കുക. എഴുതിയിരിക്കുന്നത് ബാലാമണി അമ്മ. ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയാണ്. ഒരു കൂട്ടിൽ അകപ്പെട്ട കിളിയുടെ നൊമ്പരം, ഒരു കിളിയുടെ രോദനം, അതാണ് ഈ കവിതയിലൂടെ കവയത്രി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ബന്ധനക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. എത്ര മനോഹരമായ കാഞ്ചനക്കൂടാണെങ്കിലും ബന്ധനം എന്താണ്? ബന്ധനം തന്നെയാണ് അല്ലേ? അതാണ് കവയത്രി തന്നെ വിട്ടയക്കുക എന്ന കൂട്ടിലകപ്പെട്ടിരിക്കുന്ന ഒരു കിളിയുടെ രോദനം. അതാണ് കവയത്രി തൻ്റെ വിവിധ അർത്ഥങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. കവിത വായിച്ചു നോക്കുക. അതിൻ്റെ പാഠം നമുക്കൊന്ന് അപഗ്രഥനം നോക്കാം. കൂട്ടിലെ കിളിയുടെ ദുഃഖമാണ് ഇതിവൃത്തം. അടിമത്തത്തിൽ ഉള്ള നീറിക്കഴിയുന്ന ഒരു വ്യക്തിയുടെ ആത്മരോധനം. അടിമത്തത്തിൽ തൻ്റെ ആ ഒരു കെട്ടുപിണഞ്ഞു കിടക്കുന്ന തൻ്റെ ദുരവസ്ഥ, അതിൽ നിന്നും അകപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മരോധനം. ഹൃദയസ്പർശിയായാണ് ഈ കവിതയിലെ ഓരോ വാക്കും ഒരു ജനതയുടെ സഹനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രതിധ്വനി ഈ കവിതയിൽ മുഴങ്ങുന്നത് കേൾക്കാം. എന്തൊക്കെയാണ്? ഒരു ജനതയുടെ സഹനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രതിധ്വനി ഈ കവിതയിൽ മുഴങ്ങുന്നത് കേൾക്കാം. പ്രഭാതത്തിൽ മറ്റ് കിളികൾ ആകാശത്തിൽ ഉയർന്നു പറക്കുന്നത് കൂട്ടിലെ കിളി കാണുന്നു. പ്രഭാതമാകുമ്പോൾ കുറേ കിളികൾ ആകാശത്തൂടെ പാറിപ്പറന്നു പോകുന്നത് കാണാം. ഈ കിളിയും കൂട്ടിൽ നിന്നുകൊണ്ട് കിളികളൊക്കെ പാറിപ്പറക്കുന്നത് കാണുകയാണ്. കൂട്ടിൽ കിടന്ന് പോലും പഴവും പാലും ഉടമയുടെ ലാളനയുമെല്ലാം മനഃശാന്തി നൽകുന്നില്ല. തന്നെ വിട്ടയക്കുവാൻ കിളി ആവശ്യപ്പെടുന്നു. പുതിയൊരു ഭാവതലങ്ങളിലേക്കാണ് തുടർന്ന് കവിത സഞ്ചരിക്കുന്നത്. വിമോചനം മാത്രമാണ് ഇവിടെ ഏക പോംവഴി. സ്വാതന്ത്ര്യം എന്നത് പിറന്ന മണ്ണിലേക്കുള്ള തിരിച്ചുവരവായി കാണാനാണ് കവയത്രിക്കിഷ്ടം. ധന്യമായ ഭാവിയിലേക്ക് വീണ്ടും ചിറകടിച്ചേരുവാൻ കിളി സ്വയം സജ്ജയായിരിക്കുന്നു. ഇനി വേണ്ടത് അനുവാദം മാത്രമാണ്. ഈ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നതും. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ദർശനം തന്നെയാണ് വിട്ടയക്കുക എന്ന കവിതയുടെ ആത്മാവ്. സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം, അതാണ് ഈ കവിതയുടെ ആത്മാവ്. ഈ കവിത പുതിയ ചിന്തകളെ ഉണർത്തുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് അതിലൊന്ന്. മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവായി ഈ കവിതയെ വിലയിരുത്തുന്നു. യജമാനനെ സംബന്ധിച്ചിടത്തോളം കൂട്ടിലടച്ച കിളി ലാളനയുടെയും കൗതുകത്തിൻ്റെയും പ്രതിരൂപമാണ്. പുതിയൊരു ഭാവുകത്വം കൊണ്ടും വരുന്നതിന് വേണ്ടി കവയത്രി ശ്രമിച്ചിരിക്കുന്നു. ഒരുപാട് അർത്ഥതലങ്ങൾ ഈ കവിതയിലുണ്ട്. അതായത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അടിമത്തം നേരിടുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ സ്ത്രീകൾ വീടുകളിൽ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ തനിക്ക് സ്വാതന്ത്ര്യം അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന അവളുടെ ഒരു അവസ്ഥ, ചിറകടിച്ചുയരാൻ കൊതിക്കുന്ന കിളിയിലൂടെയാണ് കൂട്ടിലകപ്പെട്ട തനിക്ക് പാലും പഴവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ യജമാനന്, പക്ഷേ മറ്റു കിളികളെ പോലെ തനിക്കും പ്രകൃതിയിലേക്ക് പാറിപ്പറന്ന് ജീവിതം ഉല്ലസിക്കാൻ എനിക്കും അനുവാദം വേണം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ദർശനമാണ് കവയത്രി നമുക്ക് ഈ ഒരു കവിതയിലൂടെ, വിട്ടയക്കുക എന്ന കവിതയിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതാണ് അതിൻ്റെ ഒരു ആശയം. ആ ആശയത്തിൽ നിന്നുകൊണ്ട് അത് വിശദീകരിക്കുക, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വിശദീകരിക്കുക. കവിതയുടെ അവസാനം ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം തന്നെ പാരിൽ. ഈ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അതിൻ്റെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം. ആദ്യത്തെ ചോദ്യം: വാനിൽ പറക്കുവാനുള്ള ആഗ്രഹം കിളി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? പറന്നുയരാനുള്ള ആഗ്രഹം കിളി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? കിളിയിലൂടെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? എന്നെ കൂട്ടിൽ നിന്നും വിട്ടയക്കൂ, ഞാൻ ആകാശത്തേക്ക് അല്പനേരം പറന്നു നടക്കട്ടെ എന്ന് കിളി പറയുന്നു. എന്നെ കൂട്ടിൽ നിന്നും വിട്ടയക്കൂ, കുറച്ചു നേരം ഞാനൊന്നു പാറിപ്പറന്ന് നടക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം: കൂട് എന്നെ എങ്ങനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് കിളി മൊഴിയുന്നത്.
കൂട് എന്നെ എങ്ങനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് കിളി മൊഴിയുന്നത്. കൂടിൻ്റെ ചുറ്റഴി ഓരോന്നും കിളിയെ നോക്കി ചിരിക്കുന്നതായാണ് കിളിക്ക് അനുഭവപ്പെടുന്നത്. കൂടിൻ്റെ ചുറ്റഴി ഓരോന്നും, കൂടിൻ്റെ ഓരോ കമ്പികളല്ലേ കിളിയെ നോക്കി ചിരിക്കുന്നതായി കിളിക്ക് അനുഭവപ്പെടുന്നു. രാവും പകലും രാത്രിയല്ല, എത്ര ദിവസങ്ങളും വർഷങ്ങളും കിളി ഈ 4 ചുവരുകളും ഈ 4 ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് വട്ടം കറങ്ങി ജീവിതം അവസാനിപ്പിക്കുകയല്ലേ. തനിക്ക് കിട്ടിയ മനോഹരമായ ജീവിതം അതിനകത്ത് കിടന്ന് നശിച്ചു പോവുകയാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പരിലാളന പക്ഷിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? മനുഷ്യരുടെ പരിലാളന കിളിയുടെ മനസ്സിന് ശാന്തി നൽകുന്നില്ല. പാലും പഴവും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി കൂട്ടിൽ, മെത്ത വിരിച്ച കൂട്ടിലാണ് കിളിയെ കിടത്തിയത്. പക്ഷെ എന്താ, മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. അതാണ് കിളിക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ. 4-ാമത്തെ ചോദ്യം, പക്ഷിയുടെ കാഴ്ചയിൽ അമ്പരത്തെ പുക പിടിപ്പിക്കുന്നത് എന്താണ്? പക്ഷിയുടെ കാഴ്ചയിൽ അമ്പരത്തെ പുക പിടിപ്പിക്കുന്നത് എന്താണ്? കൂട്ടിൽ കിടക്കുന്ന പക്ഷിയുടെ കണ്ണുനീരാണ് ആവിയായി പൊങ്ങി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നത്. പക്ഷിയുടെ കണ്ണുനീര് ആവിയായി പൊങ്ങി. അടുത്ത ചോദ്യം, മനോഹരമായ കൂട്ടിലാണെങ്കിലും താൻ ദുഃഖിതനാണെന്ന് കിളി പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഭംഗിയേറിയ കൂട്ടിലാണെങ്കിലും കിളിയുടെ മനസ്സ് നിറയെ ദുഃഖമാണ്. കണ്ണുനീർ ആവിയായി പൊങ്ങുന്നു. പുലർക്കാലത്തിൽ മറ്റു ജീവജാലങ്ങൾ ഉണർന്ന് പറക്കുന്നത് കാണുമ്പോൾ സ്വാതന്ത്ര്യദാഹം കിളിയുടെ മനസ്സിൽ വേദനയുളവാക്കുന്നു. ആ കിളി ഇങ്ങനെ വെമ്പാണ്, ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം അടക്കി നൊമ്പരം കടിച്ചമർത്തി ജീവിതത്തെ ആസ്വദിക്കാനും മറ്റ് പക്ഷികളെപ്പോലെ എനിക്കും സ്വാതന്ത്ര്യം വേണമെന്ന ആ ഒരു ആഗ്രഹം കിളിയുടെ മനസ്സിൽ വേദനയുളവാക്കുന്നു. അടുത്തത്, തടാകം കൊച്ചു പക്ഷിയെ എങ്ങനെ പ്രലോഭിപ്പിക്കുന്നു? തടാകം കൊച്ചു പക്ഷിയെ എങ്ങനെയാണ് പ്രലോഭിപ്പിക്കുന്നത്? താമരപ്പൂക്കളാകുന്ന കൈകൾ നീട്ടിയാണ് തടാകങ്ങൾ കിളിയെ പ്രേമപൂർവ്വം വിളിക്കുന്നത്. താമരപ്പൂക്കളാൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കൈകൾ നീട്ടിയാണ് തടാകങ്ങൾ കിളിയെ പ്രേമപൂർവ്വം വിളിക്കുന്നത്. അതാണ് ആ കൊച്ചു പക്ഷിയെ തടാകങ്ങൾ പ്രലോഭിപ്പിക്കുന്നത്. തടാകങ്ങൾ പ്രലോഭിപ്പിക്കാനുള്ള കാരണം അതാണ്. മനോഹരമായ താമരക്കൈപ്പൂക്കൾ തന്നെ നീട്ടി വിളിക്കുന്നു. അടുത്തത്, കാടിൻ്റെ മനോഹാരിത കിളി ഇപ്രകാരമാണ് വിശദീകരിക്കുന്നത്. മനോഹരമായ കാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കിളി വിശദീകരിക്കുന്നത്? കിളിയുടെ ജന്മഭൂമിയായ കാനനം മോഹനമാണ്. തടാകങ്ങൾ ഇഷ്ടത്തോടെ കിളിയെ വിളിക്കുന്നു. പുൽത്തളിരുകൾ മനോഹര വസ്ത്രങ്ങൾ നെയ്യുന്നു. മതിച്ച വണ്ടുകൾ പറന്നു കളിക്കുന്നു. കാടിൻ്റെ മനോഹാരിത എങ്ങനെയാണ്? മനോഹാരിത നമുക്കറിയാവുന്ന കാര്യമല്ല. കിളിയുടെ ജന്മഭൂമിയ കാനനം മനോഹരമാണ്. വിവിധ തരത്തിലുള്ള കിളികളും മൃഗങ്ങളും മരങ്ങളും പൂക്കളും കായ്കളും ഒക്കെ നിറഞ്ഞ മനോഹരമായ കാനനമാണ് ആ കിളിയുടെ വാസസ്ഥലം. തടാകങ്ങൾ ഇഷ്ടത്തോടെ കിളിയെ വിളിക്കുന്നു. മീനുകളൊക്കെ ഉള്ള പുഴകളൊക്കെ നീരാടാനൊക്കെ കിളികളൊക്കെ പോകാറുണ്ടല്ലേ. പുൽത്തളിരുകൾ മനോഹര വസ്ത്രങ്ങൾ നെയ്യുന്നു. മതിച്ച വണ്ടുകൾ പറന്ന് കളിക്കുന്നു. കാടിൻ്റെ മനോഹാരിത കിളി വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അടുത്തത്, കിളിയുടെ ഒടുവിലത്തെ അഭ്യർത്ഥന എന്ത്? അവസാനത്തെ കിളിയുടെ അഭ്യർത്ഥന എന്താണ്? എന്നെ കൂട്ടിൽ നിന്നും വിട്ടയക്കൂ, അല്പനേരം വീണ്ടും ആകാശത്ത് ഞാനൊന്ന് പറന്ന് നടക്കട്ടെ എന്നാണ് കിളിയുടെ അഭ്യർത്ഥന. അടുത്ത ചോദ്യം, സുപ്രഭാതമെടുത്തു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള മോചനം നേടാനുള്ള സമയമായി എന്നതാണ് അർത്ഥം. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള മോചനം നേടാനുള്ള സമയമായി, അതാണ് സുപ്രഭാതമെടുത്തു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, കൊച്ചു പക്ഷിയാം ഞാനോ കിളി ഇങ്ങനെ പാടുവാൻ കാരണം എന്തായിരിക്കാം? കൊച്ചു പക്ഷിയായ ഞാനോ, കിളിയുടെ സ്വന്തം വർഗക്കാർ പുലർക്കാലമായപ്പോൾ സ്വതന്ത്രമായി പറന്നു നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പുലർവെളിച്ചം ചുറ്റും പരക്കുമ്പോഴും കിളി മാത്രം തടവറയുടെ ഇരുട്ടിൽ തന്നെ കഴിയുന്നു. പക്ഷിയുടെ എളിമയും വിനയവും ഈ വാക്കുകളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. കൊച്ചു പക്ഷിയാം ഞാനോ, സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിയപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ എന്താ, കിളി മാത്രം തടവറയുടെ ഇരുട്ടിൽ കഴിയുന്നു.
കിളിയുടെ എളിമയും വിനയവും ഈ വാക്കുകളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അടുത്ത ചോദ്യം, മർത്യൻ പരിലാളനമെന്നുടെ. മർത്യർത്തൻ പരിലാളനമെന്നുടെ യുൾത്തടത്തിനു ശാന്തിയെ നൽകിട. ഈ വരികളിലൂടെ കിളി പറയാൻ ശ്രമിക്കുന്നത് എന്ത്? എത്രയൊക്കെ സുഖസൗകര്യങ്ങൾ ലഭിച്ചാലും തടവറയിൽ കിടക്കുന്ന സ്വാതന്ത്ര്യ ദാഹമാണ് മനസ്സ് അസ്വസ്ഥമായിരിക്കും. സ്വാതന്ത്ര്യദാഹമുള്ള മനസ്സ് അസ്വസ്ഥമായിരിക്കും. മനുഷ്യർ എത്ര തന്നെ പരിചരിച്ചാലും ആകാശവും കാടും തന്നെയാണ് കിളിയുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഇടം. എത്ര മനോഹരമായി നമ്മൾ കാട്ടിൽ നിന്ന് ആനയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ജീവിപ്പിക്കുന്നില്ല. ആനയൊക്കെ നമ്മളിവിടെ എല്ലാ ഭക്ഷണവും ഇതെല്ലാം സുഖസൗകര്യങ്ങളും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാട്ടിൽ ജീവിതമാണ് അവർക്ക് ഉല്ലാസവും അവരുടെ സ്വതന്ത്രമായ വിഹാരവുമാണ് അവരുടെ ജീവിതം. അപ്പോൾ അതാണ് അവരാഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ നമ്മൾ സുഖസൗകര്യങ്ങൾ കൊടുത്താലും അവരാഗ്രഹിക്കുന്നത് അവരുടെ ജീവിതമാണ്. അത് നമ്മൾ അവരെ തടവറയിലിട്ടതിന് തുല്യമായിട്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത്. അതൊക്കെയാണ് ഇതിലെ മർത്യർത്തൻ പരിലാളനമെന്നുടെ മെന്നുടെ യുൾത്തടത്തിനു ശാന്തിയെ നൽകിട എന്ന വരികളുടെ അർത്ഥം. അടുത്ത ചോദ്യം, ആശയാം പുഴു ഉള്ളിൽ കിടന്നിട്ട് നാശയത്തെ കരണ്ടു മുറിക്കുന്നു. ആശയാം പുഴു വെന്നുള്ളിൽ കിടന്നിട്ടിന്നാശയത്തെ കരണ്ടു മുറിക്കുന്നു. ആശയം വ്യക്തമാക്കുക. കിളി ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യ ദാഹമാണ് കിളിയുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന പുഴു. സന്ധ്യാസമയത്തെ ചുവപ്പ് നിറം ആകാശത്ത് പരക്കുമ്പോൾ കിളിയുടെ മനസ്സ് ശാന്തി ലഭിക്കാതെ പിടയുകയാണ്. സന്ധ്യാസമയത്തെ ആ ചുവപ്പ് നിറം ആകാശത്ത് പരക്കുമ്പോൾ കിളി ആ വാനിലേക്കൊന്ന് ഉയർന്നു പറക്കാൻ തൻ്റെ മനസ്സ് ആ ഒരു ആകാശത്തിനെ ചുംബിക്കാൻ വേണ്ടി കൊതിക്കുകയാണ്. അപ്പോൾ അതാണ് കിളിയുടെ മനസ്സിനെ ആ ഒരു വിങ്ങൽ, ആ ഒരു വെമ്പൽ, അതാണ് ആ വരികളിൽ വ്യക്തമാക്കുന്നത്. ആശയാം പുഴുവുള്ളിൽ കിടന്നിട്ടെന്നാശയത്തെ കരണ്ടു മുറിക്കുന്നു. കിളിയുടെ ആ ഒരു ദുഃഖം, അത് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ പീഡകൾ അനുഭവിക്കുന്നവരെ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരെ, അടിമത്തം അനുഭവിക്കുന്നവരെ ഒക്കെയാണ് ആ കിളിയിലൂടെ കവയത്രി സൂചിപ്പിക്കുന്നത്. അടുത്തത്, കാവ്യത്തിൽ വസന്തകാല വർണ്ണനയുടെ ഔചിത്യം എന്ത്? കാവ്യത്തിൽ വസന്തകാല വർണ്ണനയുടെ ഔചിത്യം എന്ത്? വസന്തകാല വർണ്ണന അല്ലെ, അതിൻ്റെ ഔചിത്യം എന്താണ്? സ്വാതന്ത്ര്യം, സന്തോഷം, കിളിയുടെ സ്വാഭാവികമായ ജീവിത സാഹചര്യം ഇവയെ സൂചിപ്പിക്കുന്നതാണ് വസന്തകാലം. സ്വാതന്ത്ര്യം, സന്തോഷം, കിളിയുടെ സ്വാഭാവികമായ ജീവിത സാഹചര്യം ഇവയെ സൂചിപ്പിക്കുന്നതാണ് വസന്തകാലം. അടിമത്വത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള സമയമായി എന്നതാണിതിൻ്റെ സൂചന. കാലം മാറി, അതായത് അടിമത്വത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ സമയമായി എന്നതാണിതിൻ്റെ സൂചന. വസന്തകാല വർണ്ണനയുടെ ഔചിത്യം. അവസാന ഘട്ടത്തിലേക്ക് കവയത്രി അതുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്തത്, അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മൂല്യം, ആശയമാണ് വിട്ടയക്കുക എന്ന കവിതയുടെ ബാലാമണിയമ്മ അവതരിപ്പിക്കുന്നത്. കൂട്ടിൽ കിടക്കുന്ന കിളിക്ക് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്, എങ്കിലും മനസ്സ് അസ്വസ്ഥമാണ്. കേവലം ഒരു കിളിയുടെ സ്വാതന്ത്ര്യദാഹം മാത്രമായി ഈ കവിതയെ കാണാൻ കഴിയില്ല. അസ്വതന്ത്രരായ ഒരു സ്ത്രീയുടെ ധൈര്യം നിറഞ്ഞ അപേക്ഷയായി ഈ കവിത വായിക്കാം. ദേശീയ പ്രസ്ഥാനകാലത്ത് ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നമായി ഈ കവിത മാറുന്നുണ്ട്. എത്ര സുഖസൗകര്യങ്ങൾ ലഭിച്ചാലും കൂട് തന്നെയാണ്. അതുകൊണ്ടാണ് മനോഹരമായ സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ഈ ലോകത്ത് ബന്ധനം തന്നെയാണെന്ന് മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുള്ളത്. വള്ളത്തോൾ മുമ്പ് പറഞ്ഞ വരികളാണ് ബന്ധനം തന്നെ പാരിൽ. ബന്ധനക്കാഞ്ചനം കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. കൂട്ടിലെ കിളിയുടെ തീവ്ര ദുഃഖം എന്നതിനപ്പുറം മനുഷ്യവർഗം നേടേണ്ട സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള സൂചനകളാണ് ഈ കവിതയുടെ ഉള്ളടക്കം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂട്ടിലെ കിളിയുടെ തീവ്ര ദുഃഖം എന്നതിനപ്പുറം മനുഷ്യവർഗം നേടേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക.
ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത കേവലം ഒരു കിളിയുടെ സ്വാതന്ത്ര്യദാഹമല്ല. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അത് മൊത്തം മനുഷ്യവർഗത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വപ്നമായി മാറുന്നു. സുപ്രഭാതമെടുത്തു എന്നതിനർത്ഥം അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. ഒരു വരിയിൽ പറയുന്നുണ്ടല്ലേ, സുപ്രഭാതമെടുത്തു, തൻ എല്ലാത്തിനും മാറ്റം വരുന്നു, കാലം തനിക്കും ഒരവസരം തരുന്നു, വരുന്ന പറക്കാൻ എനിക്കും ഒരവസരം തരുന്നു. അതാണ് സുപ്രഭാതമെടുത്തു എന്നതിനർത്ഥം. വിശാലമായ വാനിടമാണ് ജീവിതത്തിൻ്റെ അതിർത്തികൾ. എത്ര സുഖസൗകര്യങ്ങൾ ലഭിച്ചാലും മനുഷ്യവർഗം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ജന്മദേശമായ കാട് അതിമനോഹരമാണ്. ഇതാണ് ഈ കവിതയുടെ ഉള്ളടക്കം. കവിതയിലുടനീളം കവയത്രി കാലഘട്ടത്തിൻ്റെ ഒരു വ്യക്തമായ രൂപവും ഒരു കൂട്ടിലകപ്പെട്ട കിളിയിലൂടെ കാലഘട്ടത്തെ മനോഹരമായി മറ്റൊരു തലത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. കൃത്യമായി ഒന്നുകൂടി വായിച്ച് അത് മാനസിക തലത്തിലേക്ക് ഉൾക്കൊണ്ട് ഉത്തരങ്ങൾ വിശദമായിട്ട് എഴുതുക.